ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ചെയ്യാൻ പോണത് ഒരു പാകിസ്ഥാൻ ഡിഷായ മട്ടൻ കറാഹി. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് മട്ടൻ എടുത്തിട്ടുണ്ട്, 4 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനികളാകുമ്പോൾ ഈ ഇറച്ചി അവർ നേരിട്ടിട്ട് തടുക്ക ചെയ്യാന്ന് പറയും. അവർ വലിയ കനമുള്ള ചട്ടിക്ക് ഇട്ടിട്ട് ഡയറക്റ്റാണ് അവർ കുക്ക് ചെയ്യാറ്. പക്ഷെ നമുക്കിവിടെ അതിനൊന്നും സമയമില്ല. നമ്മളെന്ത് ചെയ്യണം, കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഈ തക്കാളിയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് അത് വെന്ത് കിട്ടുമ്പോൾ നമുക്ക് തക്കാളിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ കുക്കിംഗ് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിൽ ജസ്റ്റ് ഒന്നുമില്ല, തക്കാളി, മട്ടൻ ഇതെടുത്ത് നമ്മൾ ജസ്റ്റ് വെള്ളം ആഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വേവിക്കാൻ വെക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ ആൾക്കാർ പാകിസ്ഥാനികളാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓയിലൊക്കെ കുറേ ഒഴിക്കും. നമ്മളെന്താ ചെയ്യണേ, ജസ്റ്റ് ആ ആടിൻ്റെ ഒരു ലേശം ഫാറ്റ് എടുത്തിട്ട് ആ പ്രകൃതിദത്തമായ ഫാറ്റിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഫാറ്റ് ബേൺ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഓയിലെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മട്ടൻ കറായിക്കുള്ള മസാലകൾ എന്താണെന്ന് നോക്കാം. നമുക്ക് പച്ചമല്ലി വേണം, ഒരു ലേശം ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ ചുവന്ന മുളക്, വേപ്പില, കുരുമുളക്. അതിൽ പാകിസ്ഥാനികൾ അങ്ങനെ കുരുമുളകും വേപ്പിലൊന്നും യൂസ് ചെയ്യാറില്ല. പക്ഷെ നമുക്ക് മലയാളികൾക്ക് കുരുമുളകും വേപ്പിലില്ലാതെ നമുക്ക് എന്ത് കറായി അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ആടിൻ്റെ ഫാറ്റായി നമ്മൾ എടുത്തിട്ടുള്ള ആടിൻ്റെ ഫാറ്റ് നമ്മൾ ബേൺ ചെയ്തെടുത്തിട്ടുള്ള എണ്ണ ഒഴിക്കാം. പ്യൂർ ആടിൻ്റെ ഫാറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഒരുക്കിയിട്ടെടുത്തിട്ടില്ല. നമ്മൾ വെറുതെ പുറത്തുനിന്നുള്ള ഓയിലും കാര്യങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഇതിലേക്ക് ആദ്യം കുറച്ച് അരിഞ്ഞ പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് സവാള ആഡ് ചെയ്യാം. സവാള വെച്ചിട്ടും സവാള ഇല്ലാതെയും നമുക്ക് കറായി ഉണ്ടാക്കട്ടെ. ചില പാകിസ്ഥാനി ചില റെസിപ്പിയിലൊന്നും സവാള ഇല്ല, അവർ തക്കാളി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കറായിൽ. ഓക്കെ, പക്ഷെ നമ്മൾ മലയാളികൾ നമ്മുടെ ടേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിലെന്തായാലും നമുക്ക് എന്ത് വേണം, സവാള വേണം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യാം, ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുക്കറിലിട്ടിട്ട് വേവിച്ച ആട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലുള്ള തക്കാളി എന്ത് ചെയ്യാം, നമുക്ക് എടുത്തിട്ട് മസാലയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ തക്കാളിയുടെ തോല് ഒഴിവാക്കിയിട്ട് പൾപ്പ് മാത്രം എടുത്തിട്ടുണ്ട്. തോല് നമുക്ക് ആവശ്യമില്ല, ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയുടെ പൾപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്കിയുള്ള മസാല പൊടികൾ ചേർക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള 5 വിസിലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. 5 വിസിലെടുത്ത് വേവിച്ച് മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളത് എടുത്തിട്ട് ഉള്ളി തക്കാളിയുള്ള പേസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. ഇനി നമുക്ക് കുറേശ്ശെ മസാലകൾ ആഡ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി മസാല ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിലാകെ എടുത്തിട്ടുള്ള എന്താണ്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മട്ടൻ മസാല, മട്ടൻ കറാഹി മസാല. ഇത് വേറെ തന്നെ മസാലയാണ്, ലേശം സ്പൈസി ആയിരിക്കും, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാൻ പോകണം. നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് യോഗേർട്ടാണ്. ഇത് നല്ല ചെറിയൊരു യോഗേർട്ടിൻ്റെ പാക്കറ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ മട്ടൻ കറായി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഇഞ്ചി കൊത്തിയരിഞ്ഞതും ഒരു ലേശം മല്ലിച്ചപ്പ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ശുഭം, ഇന്നത്തെ കുക്കിംഗ് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റ് കറിയുടെ ടെക്സ്ചർ. ഓക്കെ, നല്ല ഉഷാറായിട്ട് പൊറോട്ട, പത്തിരി, വെള്ളപ്പം എല്ലാത്തിനും യൂസ് ചെയ്യും. നമ്മുടെ രാസകൈമയിലൊക്കെ ഇപ്പോൾ 13 ഡിഗ്രിയൊക്കെയാണ് തണുപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ഇറച്ചിക്കറികളൊക്കെ വെച്ചിട്ട് നല്ല ഫുഡ് കഴിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ മട്ടൻ കറാഹി ഇവിടെ സെറ്റായിട്ടുണ്ട്. പൊറോട്ടയ്ക്ക് ഭയങ്കര രസമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിയാക്ഷൻ വീഡിയോ എടുക്കാം. ശങ്കർ ഭായ്, അടിപൊളി, നല്ല സൂപ്പർ വെണ്ണ പോലെ ഇരിക്കുന്ന മട്ടൻ. മട്ടൻ കറായി എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മൾ ഈ ചെയ്ത അതേ മെത്തേഡിൽ എല്ലാവരും ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്ക്.